ഈ കളമശ്ശേരി അതിദ്രുതം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കളമശ്ശേരിക്കകത്ത് ജനങ്ങളുടെ മുഖത്തേക്ക് മാലിന്യം മാറിയിരിക്കുന്ന ഒരു ഭരണകൂടം നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ? ഞങ്ങളിപ്പോ ഇവിടെ വന്നിട്ട് മൈക്കെട്ടി പറഞ്ഞുകൊണ്ട് ബഹുമാനം നന്നാവും എന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റില്ല. പറയാനുള്ളത് പറയാതെ ഒരു പട്ടി പോലും ആകാതെ എന്ന് കവി ബാലാന്തരം ചുള്ളിക്കാരൻ എഴുതിയതുപോലെ നമുക്കൊന്ന് കുറയ്ക്കേണ്ടത് ചെയ്യണ്ടേ? ഈ കളമശ്ശേരിയിലെ നെറികെട്ട ഭരണകൂടം, ആ ഭരണകൂടം ഈ ജനങ്ങളുടെ ജീവന്, അവന്റെ ജീവന് എന്ത് വില നൽകുന്നു എന്നുള്ളത് ഇവരുടെ പ്രവൃത്തി കൊണ്ട് മനസ്സിലാവും. ഇവിടെ കേവലമാരായിട്ടുള്ള ഭരണാധികാരികളെന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നത്. എന്താ സ്ഥിതി? അവനവന്റെ മാലിന്യം മറ്റുള്ളവരുടെ ഉച്ചയിലേക്ക് നിക്ഷേപിക്കുന്ന തരത്തിൽ ഈ നഗരസഭാ ഭരണകൂടം അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ ആ അധപ്പതത്തിന്റെ കാരണം നിങ്ങളുടെ നയമില്ലായ്മയാണ്. ഇവിടെ ഇരുന്ന് HI ഉണ്ട്, ആരോഗ്യ വിഭാഗമുണ്ട്, ആരോഗ്യ വിഭാഗത്തിന്റെ തലയ്ക്ക് മീതെ എഞ്ചിനീയറിംഗ് വിഭാഗമുണ്ട്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ കക്കൂസിലിരുന്ന് എഞ്ചിനീയർ അപ്പി, ആ അപ്പി വന്ന് വീഴുന്നത് ആരോഗ്യ വിഭാഗത്തിന്റെ തലവന്റെ തലയിലാണ്. നോക്കുന്നുണ്ട് ഈ കെട്ടിടത്തിന്റെ തൊട്ടുപുറകിലുള്ള കെട്ടിടത്തിനകത്ത് ആ കക്കൂസിൽ നിന്ന് വരുന്ന മാലിന്യം അത് പൊട്ടിയൊലിച്ച് ആരുടെ തലയിലാക്കാണ് വീഴുന്നത് നോക്കൂ. ഇപ്പൊ നമ്മുടെ നെറ്റിനേത്രങ്ങൾ കൊണ്ട് 1 മിനിറ്റ് അവിടെ കൊണ്ട് നോക്കാൻ മതി. ഈ നഗരസഭ ഇങ്ങനെയാണ് ഈ വിഷയങ്ങൾ കൈയാളുന്നെങ്കിൽ അവരിരിക്കുന്നയിടത്ത് നഗരസഭയിലെ ചെയർപേഴ്സണും സൂപ്പർ ചെയർമാനും അതുപോലെ ഇവിടെയുള്ള എല്ലാ നഗരസഭാ ഭരണാധികാരികളും ഇരിക്കുന്നയിടത്ത് നിന്ന് മാലിന്യം ഒഴുകി വന്ന് ഈ നഗരസഭയിലേക്ക് ഏതെങ്കിലും പാവപ്പെട്ടവരുടെ അപേക്ഷ വന്ന് അവന്റെ തലയിലേക്ക് അവൻ ഇടുന്നത് പാവപ്പെട്ട മനുഷ്യന്റെ തലയിലേക്ക് വീഴുന്ന വിധത്തിലാണ് ഈ നഗരസഭാ ഭരണം ഇവിടെ ഇരിക്കുന്നത്. ആ കെട്ടിടത്തിനകത്ത് നിന്ന് മനം ഒലിച്ച് നിങ്ങൾ കണ്ടോ ദൗത്യം നോക്കൂ. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, മറ്റുള്ളവരുണ്ട്, എന്നെ കേൾക്കുന്ന ഈ നഗരസഭയ്ക്കകത്ത് ഉദ്യോഗസ്ഥരുണ്ട്. കഴിഞ്ഞ ദിവസം ഭാഗ്യവശാൽ ഈ അപ്പി വന്ന് വീണത് ആരോഗ്യ വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥർ HIയുടെ തലയിലായിരുന്നു എന്നാണ് HI കഴിഞ്ഞ ദിവസം പുള്ളിക്ക് അറിയില്ലായിരുന്നു. അതിനകത്ത് വന്ന് വീഴുന്നത് അപ്പിയാണെന്ന്. അങ്ങനെയാണ് നഗരസഭാ ഭരണത്തിന്റെ സ്ഥിതി. അവനവരിക്കുന്ന കെട്ടിടത്തിനകത്ത് വരുന്ന മാലിന്യം, മലം ജനങ്ങളുടെ തലയിലേക്ക് വീഴ്ത്തുന്ന ഭരണസഭാ സമിതിയാണ് അവിടെ വരുന്നത്. പിന്നെ നാട്ടിലേക്കാരെ അത് അന്വേഷിക്കാൻ പറ്റൂ. 12 പേർക്ക് നേരത്തെ ജോത്സവ പറഞ്ഞു, 12 പേർക്ക് ഡെങ്കിപ്പനി. എന്താ ഡെങ്കിപ്പനി എന്ന് പറയുന്നത്? ഏറ്റവും മാരകമായ വൈറസാണെന്നാണ് പറയുന്നത്. മനുഷ്യനെ കൊന്നൊടുക്കാൻ പോകുന്ന ശേഷി, മാരക ശേഷി ആ പനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി തന്നെ നമുക്ക് കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നു. നഗരസഭാ ഭരണം നടത്തുന്ന ആരോഗ്യ വിഭാഗത്തിന്റെ മൂക്കിന് കീഴെന്നല്ല, അവന്റെ തലയ്ക്ക് മീതെയും മൂക്കിന് കീഴെയും മനുഷ്യനെ കൊല്ലാൻ പോകുന്ന വൈറസുകളെ ഉത്പാദിപ്പിച്ച് അത് ജനങ്ങൾക്കിടയിലേക്ക് വിതരണം ചെയ്യുന്ന പ്രഭവ കേന്ദ്രമാക്കി കളമശ്ശേരി നഗരസഭയുടെ ഭരണം മാറ്റിയ ആളുകളാണ് UDF-കാർ. നമ്മളൊക്കെ ഇങ്ങനെ പഴി പറയാനുള്ള. നിങ്ങൾ കൊച്ചി കോർപ്പറേഷനിൽ നോക്കൂ. കൊച്ചിൻ കോർപ്പറേഷൻ വെള്ളക്കെട്ടിനകത്ത് നടന്നു പോകാൻ പറ്റാത്ത മനുഷ്യരെ ഇന്ന് വഴി നടക്കാൻ പറ്റുന്ന വിധത്തിൽ കൊച്ചി കോർപ്പറേഷനകത്ത് മനോഹരമായ വീതികൾ അവിടുത്തെ LDF ഭരണകൂടം ഉണ്ടായിട്ടുണ്ട്. കുറെ കാലത്തിന് മുമ്പ്, 4 വർഷത്തിന് മുമ്പ് കൊച്ചി നഗരസഭയുടെ സ്ഥിതിവിശേഷം എന്തായിരുന്നു എന്ന് ആലോചിക്ക്. മാറ്റം എന്നുള്ളത് അനിവാര്യമാണ്. കളമശ്ശേരി നഗരസഭയെ സംബന്ധിച്ച് ഈ നഗരസഭയ്ക്കകത്ത് ജനങ്ങളാകമാനം പ്രതിപക്ഷത്താണ് വോട്ടിയത്. BJP-ക്കാർ വരുന്നുള്ള സാധനമല്ല. എവിടെ BJP-ക്കെതിരെ വോട്ട് ചെയ്താലും BJP പക്ഷേ അധികാരത്തിൽ വരും. കളമശ്ശേരിക്കകത്ത് UDF-എതിരെ വോട്ട് ചെയ്താൽ UDF-ന് അധികാരത്തിൽ വരും. ഇപ്പൊ ഇരിക്കുന്നത് BJP-യുടെ സപ്പോർട്ടാണ്. സഖാ വർഗീസ് ഇവിടെ സൂചിപ്പിച്ചു. ഇവരെല്ലാം കൂടി ഈ മാലിന്യമൊക്കെ ജനങ്ങളുടെ തലയിലേക്ക് കോരിയിടുകയും ഇവിടുത്തെ വിഭവങ്ങൾ മുഴുവൻ കൊള്ളടിക്കുകയും ചെയ്യുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ പ്രധാന പരിപാടി എന്നത് തൊട്ടപ്പുറത്തെ വാർഡിൽ പോയി മാന്തി അവിടെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ട് മനുഷ്യരെ പ്രയാസപ്പെടുന്ന പണിയാണ് ചെയ്യുന്നത്. ആ നാട്ടുകാർക്ക് നിന്ന് എന്തെങ്കിലും തരത്തിൽ അവിടെയുള്ള മാലിന്യം അവസാനിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കിയാൽ അതിൽ എങ്ങനെയെങ്കിലും കുതന്ത്രങ്ങൾ ഉണ്ടാക്കുകയും അവർക്കെതിരെ നീക്കം നടത്തുകയും ചെയ്യും. ഇപ്പൊ നമ്മളൊരു മാലിന്യ പ്രശ്നവുമായി ഏതെങ്കിലും ഒരു കൗൺസിലർ ചെന്നാൽ അവരിത് പരിഹരിക്കും, അല്ലെങ്കിൽ ഈ നഗരസഭ അത് പരിഹരിക്കും, നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റും. കാരണം എന്താ അറിയാം, ഈ നഗരസഭയിലെ പ്രധാനപ്പെട്ട കൗൺസിലർമാർ, ഭരണം കൈയാളുന്നവർ, അവർ കൈകാര്യം ചെയ്യുന്ന ഇടങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. നമ്മളിപ്പോ അവരുടെ വാർഡുകളിലെ മാറ്റം നീക്കാൻ പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന പണികൾ, ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ, ഇവർ ചെയ്യുന്ന കച്ചവടം, ആ കച്ചവടങ്ങളിൽ നിന്ന് മാലിന്യം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ നാട്ടിലൊരു കൗൺസിലുണ്ട്. മൂപ്പരുടെ കച്ചവടത്തിന്റെ മാലിന്യം ഒഴുകുന്നത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട തോടിലേക്കാണ്, പെരിയാറിന്റെ കൈവഴിയായിട്ടുള്ള തൂമ്പുക തോടിലേക്കാണ്. ഈ ഭരണം നടത്തുന്ന നഗരസഭയിലെ പ്രധാനപ്പെട്ട കൗൺസിലർമാർ നടത്തുന്ന കച്ചവടത്തിൽ അവരുടെ മാലിന്യം ഈ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ശുദ്ധജല സ്രോതസ്സിലേക്കാണ് എടുക്കുന്നത്. അവർ പിന്നെ ഇതിനകത്ത് എങ്ങനെ പരിഹാരം കാണും?
ഈ നഗരസഭയാകമാനം ചീഞ്ഞു നാറി മാലിന്യ കൂമ്പാരങ്ങളായി തൊട്ടടുത്ത സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ മുഴുക്കെ കൊണ്ടുവന്ന ഡംപിംഗ് യാർഡായി ഈ പരിസര പ്രദേശങ്ങളിലെ മുഴുവൻ ഡംപിംഗ് യാർഡായി കളമശ്ശേരി നഗരസഭ മാറുന്നു.